ദൈവവുമായുള്ള ബന്ധത്തിൽ സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യനാണ് അകത്തെ മനുഷ്യനെന്നും അത് ഹൃദയത്തിൽ വസിക്കുന്ന ദൈവവുമായി ആത്മീയമായി സംവേദിക്കുന്നുവെന്ന് 1 പത്രോസ് 3:4. ഇത് ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ദൈവത്തിന് പ്രിയങ്കരമായ യഥാർത്ഥ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. പുറമേയുള്ള മനുഷ്യനായ ശരീരം അഥവാ ദേഹം നശിച്ചു പോയാലും ദിവസേനയുള്ള നവീകരണത്തിലൂടെ അകത്തെ മനുഷ്യൻ ദിനം തോറും പുതുതായിക്കൊണ്ടിരിക്കുന്നുവെന്ന് 2 കൊരിന്ത്യർ 4:16. ഇത് വിശ്വാസിയുടെ ആത്മീയ വളർച്ചയെ സൂചിപ്പിക്കുന്നു. അകത്തെ മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമത്തിൽ ആനന്ദിക്കുകയും ദൈവത്തെ സേവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് റോമർ 7:22. ഇത് ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തിയാണ്. എന്നാൽ എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു എന്ന് വേദനപ്പെടുന്ന അപ്പോസ്തലൻ, ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്ന ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്ന് പറയുന്നു. അതുകൊണ്ട് അതിൽ നിന്നും വിടുവിക്കപ്പെട്ട അകത്തെ മനുഷ്യനെ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ടാണ് എഫേസ്യ ലേഖനം 3:16 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിലെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാനുള്ള ഈ പ്രാർത്ഥന. എൻ്റെ അവയവങ്ങളിൽ കാണുന്ന ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടി എന്നിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്ന തിന്മയെയും അശുദ്ധിയെയും അതിജീവിക്കുവാൻ പരിശുദ്ധാത്മ ശക്തിയാൽ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കും. അങ്ങനെ പക്വത പ്രാപിച്ച് ക്രിസ്തുവിൽ തികഞ്ഞവരാകാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.